എന്താ വില്യംസ്? ഇതൊന്ന് വാങ്ങണം. എന്താ ഇത്? ഒരു ആപ്ലിക്കേഷനാ. തൽക്കാലം സീറ്റ് ഇല്ലെന്നറിയാം, എങ്കിലും ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ പരിഗണിച്ചാ മതി. വില്യംസ് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊന്നുമല്ല, കോളേജിന് പുറത്തുള്ളവരുടെ കൂടെ ബീച്ചിൽ പോവൂ, പാർക്കിൽ പോവൂ, പിന്നെ ബൈക്കിന്റെ പിറകിലിരുന്ന് അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? നമ്മുടെ ഉണ്ടേ ഒരു പഴയ ശകടം. അതുകൊണ്ടല്ലളിയാ, കോളേജിന് പുറത്താകുമ്പോ നമ്മളാരും അറിയില്ലല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് ഞാനാ. അയ്യോ മോളെ, അങ്ങനെ അങ്ങ് തീരുമാനിച്ചാലോ? ഞങ്ങൾ കുറെ പേര് കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വല്ലപ്പോഴും ഒക്കെ ഞങ്ങളെയും കൂടെ ഒന്ന് ഗവനിക്കണേ. ഞങ്ങളുടെ പിറകിലിരുന്നാലും തേഞ്ഞു പോത്തൊന്നും ഇല്ലല്ലോ. ഓ, ഇതുവരെ എന്റെ നേരെ ആരും കൈ ഉയർത്തിയിട്ടില്ല. നീ ഓർത്തോ, അലക്സ് വില്യംസിനെ നിനക്ക് ശരിക്കറിയില്ല. നാലുപേരെ അറിയട്ടെ, ഓണത്തിന് വീഹിൽപ്പിന്റെ പേരിൽ ഒരു പരസ്യം വരികയെന്ന് വെച്ചാൽ അതൊരു വെയിറ്റ് അല്ലേ? അതൊക്കെ കാശിയല്ലുള്ള ഏർപ്പാടാളിയാ. ഇയാള് പറഞ്ഞത് അതിന്റെ ശരി. എന്താന്ന് വെച്ചാ അത് ചെയ്തു കാണിക്കുക. ഡോക്ടർ അമ്മയുടെ അനുജത്തി കൽക്കത്തയിൽ നിന്ന് അയച്ച കുറെ സാധനങ്ങൾ ഇവിടെ ലാറി ഓഫീസിൽ വന്നിട്ടുണ്ട്. അത് അവിടെ പോയി ഒരു ടെമ്പോ വിളിച്ച് ഈ അഡ്രസ്സിൽ എത്തിക്കാം. ഡോക്ടർ ഇത് 10 പേരോട് പറയും, ഡോക്ടറുടെ അനുജത്തി അത് 20 പേരോട് പറയും, അവരതൊരു 100 പേരോട് പറയും. അങ്ങനെ ഒടുവിൽ നാട് മുഴുവൻ വി ഹെൽപ് വി ഹെൽപ് വി ഹെൽപ്. ഇത് തന്നെ വലിയൊരു പരസ്യല്ലേ? അതെ അതെ അല്ലേ? അതെ അതെ അതെ. ആ, പക്ഷെ പൈസ ഒന്നും പ്രതീക്ഷിക്കരുത്. അല്ല, ടെമ്പോയ്ക്കുള്ള കാശെങ്കിലും. പിള്ളേര് നന്നായിക്കോട്ടെ നന്നായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കാം. ഞങ്ങള് നന്നാവില്ല നന്നാവില്ല എന്ന് ശബരം ചെയ്തു വന്നാൽ ഹലോ വി ഹെൽപ്. ആ ശരിയേക്കാം. ആ വാസന്തിയോ? അഡ്രസ് ഒന്ന് പറയാമോ? ഏയ് ഞാൻ തന്നെ വരാം. ഓക്കെ, താങ്ക് യു. സ്നേഹിതനിങ്ങ വാ. എന്താ എന്താടാ ഒരു വാസന്തി പ്രശ്നം? ഒന്നുമില്ലല്ലേ, ഒരു ഓർഡറിന്റെ കാര്യ. നീ പെട്ടെന്ന് പോയി ടെമ്പോ അറേഞ്ച് ചെയ്ത് സാധനങ്ങൾ കയറ്റാനുള്ള പോലെ പരിപാടി. അതെന്താടാ ഒരു അവഗണിക്കൽ ലൈൻ? സ്ത്രീകളുടെ ഓർഡർ വന്നാൽ നീ എന്നെ ക്ലീൻ ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. ഞാനിത് കുറച്ചാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യേ, നീ എന്താടാ ഇങ്ങനെ പറയുന്നത്? ഞാൻ മനഃപൂർവ്വം നിന്നെ വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട. അഡ്രസ്സിംഗ് ഇട് കുമാരൻ, അഡ്രസ്സിംഗ് ഇട്. വാസന്തി ഞാൻ അറേഞ്ച് ചെയ്തോളാം, ടെമ്പോ നീ അറേഞ്ച് ചെയ്തോ. എടാ ദേ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുടെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വി ഹെൽപ്പിനെ നാറ്റിക്കരുത്. ഞാൻ വി ഹെൽപ്പിന്ന് വരിക. അമ്മാവാ, അമ്മാവോ, ഞാൻ വി ഹെൽപ്പിന്ന് വരിക. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇരിക്കൂ. ഞാൻ നിന്നോളാം. നിന്നോളാം. ഗുരുത്വമുണ്ട്. പിന്നെ ഇന്നലെ രാത്രി വാസന്തി തീരെ സ്വൈരം തന്നില്ല. 2 ദിവസമായി അവൾക്ക് നല്ല സുഖമില്ല. അവളുടെ കൂടെ ആസ്പത്രിയിൽ പോകാൻ ഇവിടെ ആരും ഇല്ലതാനും. എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ. ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ നളിനാക്ഷൻ നിങ്ങളുടെ VIP കാര്യം പറഞ്ഞത്. VIP അല്ല, വി ഹെൽപ്പ്. വി ഹെൽപ്പ്. ഹെൽപ്പിന്റെ കാര്യം പറഞ്ഞു. അവളുടെ കൂടെ ആസ്പത്രിയിൽ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ? അയ്യോ, വി ഹെൽപ്പിന്റെ ഉദ്ദേശം തന്നെ സേവനമാണ് അമ്മാവ. ആകാശത്തിന് കീഴിലുള്ള എന്തും വി ഹെൽപ്പ് ചെയ്തു അറ്റ് എനി ടൈം. ഒടുവിൽ പറഞ്ഞ എന്താ? അറ്റ് എനി ടൈം, ഏത് സമയത്തും. അത് ശരി. എന്നാ വരൂ. എനി ഹെൽപ്പ്? അമ്മാവനും നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. വി ഹെൽപ്പിന്റെ സഹായം വല്ലതും? എനിക്ക് ഒരു പുണ്ണാക്കില്ല. ഐ സി. തറവാട്ടുകാരി തന്നെ. പൂമുഖത്തേക്കേ കണ്ടില്ല. കൂടെ പോകുന്നത് ഒരു അന്തസ്സാ. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ആദ്യമായിട്ടാ വാസന്തി പടിപ്പുരയ്ക്ക് പുറത്തിറങ്ങുന്നത്.
കുത്തിവെക്കാൻ ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നു ആദ്യമായിട്ടാ. കുറച്ച് പരിഭ്രമമൊക്കെ കാണിച്ചെന്നിരിക്കും, കൂട്ടാക്കണ്ട കേട്ടോ. അതൊരു പ്രശ്നമല്ല, ഞാൻ മാനേജ് ചെയ്തോളാം. കയറി ഏക്കുകയും ചെയ്ത് ഇനിയിപ്പോ ഊരുന്ന എങ്ങനെയാണ്? വാസന്തി എന്ന പേര് കേട്ടാ ചാടി ഇറങ്ങി പുറപ്പെട്ടത്. എന്താ പറഞ്ഞത്? അല്ല, നല്ല ഇനമാണെന്ന് പറയായിരുന്നു. സന്ധിയാണോ? സന്ദേഹമില്ല, രാത്രിയല്ല സിന്ധി. ആഹാ. വേഗം പുറപ്പെട്ടോളൂ. ഐ സി. ആ. ഓക്കെ ഓക്കെ. വസന്തി പ്ലീസ്. ചുമന്ന് മാരോട് തന്നെ പശുവിനെ കൊന്നിട്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ വി ഹെൽപ്പ് എന്നാണ്. നൗ യു ഹെൽപ്പ് പ്ലീസ്. പോട്ടെ പോട്ടെ. അതെ, ആവശ്യം എന്താണെന്ന് വെച്ചാ പറയൂ. ഒരു സംശയവും വേണ്ട. നിങ്ങൾ വി ഹെൽപ്പിനെ ആണോ സംഗതി ഏൽപ്പിച്ചിരിക്കുന്നത്? സാധനം കൃത്യസമയത്തിന് തന്നെ എത്തിയിരിക്കും. പാല്